ഫൈസൽ ഖാൻ എന്ന ഒരു വ്ളോഗർ റഷ്യയിലേക്ക് 12 പേരെ റിക്രൂട്ട് ചെയ്തു. ഇന്ത്യയിലെ തെലുങ്കാന, UP, ഗുജറാത്ത് എന്നിവിടങ്ങളിലുള്ള 12ഓളം കുട്ടികളാണ് റഷ്യയിൽ ജോലി തേടിപ്പോയത്. പക്ഷെ അവർ ചതിയിൽപ്പെട്ടു. അവരിപ്പം റഷ്യയിലെ പ്രതിപക്ഷ നേതാവിനെ കൊന്ന ചരിത്രം നമുക്കറിയാം. പ്രതിപക്ഷ നേതാവിനെ സോവിയറ്റ് പ്രസിഡന്റ് കൊന്നു എന്നാണ് പറയുന്നത്. അലക്സി നവൽനി, 47 വയസ്സുള്ള പ്രതിപക്ഷ നേതാവ്, അവരെ ആർട്ടിക് റീജിയനിലുള്ള ജയിലിൽ കിടന്ന് അയാൾ കഴിഞ്ഞ ദിവസം മരിച്ചു. 2 ആഴ്ചയായിട്ട് ഡെഡ് ബോഡി വിട്ടുകൊടുത്തിട്ടില്ല. ആ പ്രതിപക്ഷ നേതാവിൻ്റെ അമ്മ റഷ്യൻ പ്രസിഡന്റ് അടുത്ത് കരഞ്ഞ് അപേക്ഷിക്കുകയാണ്, തൻ്റെ മകൻ്റെ ഡെഡ് ബോഡിയെങ്കിലും വിട്ടുതരണം, ശവസംസ്കാരം തങ്ങളുടെ രീതിയിൽ നടത്തണം മാന്യമായിട്ട്, ദയവ് ചെയ്ത് അവൻ്റെ ഡെഡ് ബോഡി വിട്ടുതരണം. റഷ്യയിലെ പ്രതിപക്ഷ നേതാവിനെ കൊലപ്പെടുത്തി എന്നാണ് മനസ്സിലാകുന്നത്. പഴയ KGBയുടെ ആ തന്ത്രം തന്നെ പ്രയോഗിച്ചു. KGB ശത്രുക്കളെ തലയ്ക്ക് ഒറ്റയിടിക്ക് കൊല്ലും എന്നാണ് നമ്മൾ കേട്ടിട്ടുള്ളത്. ആ രീതിയിലാണ് ഇപ്പോൾ ജയിലിൽ വെച്ച് പ്രതിപക്ഷ നേതാവ് അലക്സി നവൽനിയെ കൊന്നതെന്ന് പറയുന്നു. അദ്ദേഹത്തിൻ്റെ ഭാര്യ കൃത്യമായിട്ട് വിളിച്ചു പറഞ്ഞു, ഇത് റഷ്യൻ പ്രസിഡന്റ് പുടിനാണ് എൻ്റെ ഭർത്താവിനെ കൊന്നതെന്ന്. അതേ സ്ഥലത്തേക്കാണ് റഷ്യക്കെതിരെ പടപൊരുതാനായിട്ട് ഉക്രൈൻ്റെ പട്ടാളക്കാരോടൊപ്പം ചേരാനാണ് ഇന്ത്യയിൽ നിന്ന് ഈ കുട്ടികളെ യഥാർത്ഥത്തിൽ റിക്രൂട്ട് ചെയ്തതെന്നാണ് ഇപ്പം മനസ്സിലാകുന്നത്. ഫൈസൽ ഖാൻ എന്ന ആ വ്ളോഗർ, അയാൾ റഷ്യ ജോലി കൊടുക്കാം എന്ന് പറഞ്ഞ് വ്യാജേന ഇവിടെ നിന്ന് കുട്ടികളെ കൊണ്ടുപോയി അവിടെ യുദ്ധം ചെയ്യാനായിട്ട് കൊണ്ടുവരികയാണ്. അത് ഇന്ത്യയിലുള്ള ആ ജോലി തേടി പോകുന്ന പല കുട്ടികളും ജോലി അന്വേഷിച്ച് പോകുന്നവർ ശ്രദ്ധിക്കണം. കാരണം ഈ രീതിയിലുള്ള പല സംഭവങ്ങളും നമ്മൾ ഇവിടുന്ന് ഉണ്ടായി. അഫ്ഗാനിസ്ഥാനിൽ ജോലിക്ക് പോയി അവിടുത്തെ ആഭ്യന്തര കലാപത്തിനകത്ത് ഇവരുപെട്ട് കുറേ പേര് മലയാളികൾ കൊല്ലപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റുകളിലെ പല സ്ഥലത്തും ഇതുപോലെ ജോലി തേടിപ്പോയി അവർ ചതിയിൽപ്പെട്ടിട്ടുണ്ട്. ഇപ്പോഴത്തെ ഈ 12 കുട്ടികൾ അവിടെ നിന്ന് അവർ ഇൻക്ലൂഡിലായിട്ട് അവർ യൂട്യൂബിൽ കൂടെയും അവർ മൊബൈലിൽ കൂടെയൊക്കെ അവരുടെ ഫോട്ടോ ഇട്ട്, അവരെ കണ്ണു മറച്ച് ഫോട്ടോ ഇട്ട് നിലവിളിക്കുന്ന രംഗമാണ് നമ്മളിപ്പം കാണുന്നത്. ഈ ചതിയിൽപ്പെടുന്ന കുട്ടികൾ അവരെ ജീവൻ തന്നെ നഷ്ടപ്പെടും. ഈ 12 പേരും അതാണ് ജീവൻ നഷ്ടപ്പെടും എന്നുള്ള ഒരു പേടി കൊണ്ട് ആണ് അവരിങ്ങനെ ഇന്ത്യയിലേക്ക് ഇങ്ങനെ മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുന്നത്. ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ സഹായം അവർ തേടുകയാണ്. ഉക്രൈൻ യുദ്ധത്തിൽ ചിലപ്പം പോകേണ്ടി വരും. ഉക്രൈൻ യുദ്ധം നടത്തുന്നത് കോൺട്രാക്ട് ബേസിലാണ്. റഷ്യയിലെ തന്നെയുള്ള ചില യുദ്ധക്കൊതിയന്മാർ അവരാളെ റിക്രൂട്ട് ചെയ്ത് റഷ്യക്ക് വേണ്ടി ഉക്രൈനിൽ യുദ്ധം ചെയ്യുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. അപ്പം ധാരാളം ചെറുപ്പക്കാരെ ആവശ്യമുണ്ട്. അവരെ മറ്റു പല രാജ്യങ്ങളിൽ നിന്നാണ് ജോലി തേടി വരുന്നവരെ ഇവിടെ പട്ടാളക്കാരുടെ വേഷം ധരിപ്പിച്ച് അവർക്ക് തോക്കും കൊടുത്ത് യുദ്ധം ചെയ്യാൻ വിട്ട് അവരെ വെടിയേറ്റ് കൊല്ലപ്പെടുന്നതും അവർക്ക് രാജ്യത്തിന് നഷ്ടമല്ല. അവർ ഏത് രാജ്യത്തു നിന്നാണ് പോയത് ആ രാജ്യക്കാർക്കാണ് അതിൻ്റെ നഷ്ടം. ഇപ്പം തന്നെ ഈ ഫൈസൽ ഖാൻ എന്ന വ്ളോഗർ എവിടെ നിന്നാണ് ഇയാളെ റിക്രൂട്ട് ചെയ്യുന്ന ആളുകളെ എന്ന് നമുക്കറിയത്തില്ല. ഏതായാലും 12 പേര് ചതിയിൽപ്പെട്ടിരിക്കുന്ന വാർത്ത ഇപ്പം വന്നുകൊണ്ടിരിക്കുകയാണ്. ഗവൺമെന്റ് ഓഫ് ഇന്ത്യ അവരുടെ ലൊക്കേഷൻ എവിടെയാണെന്ന് ഏകദേശം കണ്ടുപിടിച്ചിട്ടുണ്ട്. പക്ഷെ അവിടുന്ന് എങ്ങനെ എയർലിഫ്റ്റ് ചെയ്യും എന്ന് സംശയത്തിൽ തന്നെയാണ്. ഏതായാലും ജോലി അന്വേഷിച്ച് പോകുന്നവർ ഈ വാർ സോണിലൊന്നും ദയവ് ചെയ്ത് പോകരുത്. റഷ്യൻ ഏരിയയിലും ഉക്രൈനിലും പോളണ്ട് അതുപോലുള്ള സ്ഥലങ്ങളിലൊക്കെ പോകുന്നത് അതൊക്കെ ഒരു വാർ സോൺ ഏരിയയാണ്. അതുകൊണ്ട് കുട്ടികൾ പോകുന്നത് അല്ലാത്ത ശാന്തമായ സ്ഥലങ്ങളിൽ മാത്രം പോവുക. അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ തന്നെ ജീവിക്കാനായിട്ടുള്ള ഒരു മനസ്ഥിതി ഉണ്ടായി ഇവിടെ തന്നെ ജീവിക്കാൻ പഠിക്കണമെന്നാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം.